ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെന്ന് വെച്ചാൽ ഒരു എപ്പീഷ്യയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ എപ്പീഷ്യ പ്ലാന്റ് കെയറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഇത് എങ്ങനെയാണ് നട്ട് വളർത്തുന്നത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇത്രയധികം പൂക്കൾ വരാൻ എന്താണ് ചെയ്യാറുള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാം, നല്ല ഒരുപാട് കെയർ ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ഗാർഡൻ ഭംഗിയാക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. ലീഫിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ വെറൈറ്റീസും ഒക്കെ ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്ലാന്റിനെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഇല്ല, വളരെ കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ. അത് ഞാൻ നല്ല രീതിയിൽ ഒരുപാട് പോട്ടിങ്ങിൽ ഒരുപാട് പ്ലാന്റ് ചെയ്ത് വളർത്തുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആയത് കാരണം. അപ്പോൾ നമുക്ക് വലിയ സൺലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നട്ട് വളർത്താം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ റണ്ണേഴ്സാണ് കേട്ടോ. അപ്പോൾ ലീഫ് വെച്ചും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യാറുണ്ട്. നമ്മളിതിന് മുന്നേ ലീഫ് പ്രൊപ്പഗേഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലകൾ വെച്ചിട്ട് നമുക്കിതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ കുറച്ചുകൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്, കുറച്ചുകൂടി അല്ല നല്ല എളുപ്പമായിട്ടുള്ളത്, ഇതിൻ്റെ റണ്ണേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് തൈ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞ് റണ്ണേഴ്സ് കട്ട് ചെയ്ത് നമുക്ക് തൈ ആക്കാം. കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ തണ്ട് പോലെ വരും. അത് കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കി പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഈ റണ്ണേഴ്സ് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ആ പോട്ടിൽ തന്നെ, നമ്മുടെ ആ പോട്ടിംഗ് മിക്സ് തന്നെ ഒന്ന് കുഞ്ഞായിട്ട് കറക്കി വെച്ച് കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അവിടെ അങ്ങ് വേര് പിടിച്ച് വരുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ നമുക്ക് തൈകൾ എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ആ റണ്ണേഴ്സ് കട്ട് ചെയ്ത് വെക്കുമ്പോൾ കിളുക്കുമോ അല്ലെങ്കിൽ അഴുകി പോവോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. അത് മണ്ണിലോട്ടൊന്ന് വെച്ചിട്ട് പതി വെക്കുന്ന പോലെ, നമ്മൾ മുല്ല ഇങ്ങനെ പിച്ചിയൊക്കെ പതി വെച്ച് കിളിപ്പിക്കാറില്ലേ, അതുപോലെ ജസ്റ്റ് ഇതൊന്ന് പതി വെച്ച് കൊടുത്താൽ മതി. അപ്പം നല്ല രീതിയിൽ റൂട്ട് ഇറങ്ങി പുതിയൊരു തൈ അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അത് വാടിപ്പോകില്ല. പുതിയ നല്ല രീതിയിൽ തന്നെ നമുക്ക് വലിയ പോട്ടിങ്ങിലൊക്കെ നട്ട് വളർത്താൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിൽ നിന്നും എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റീസിൻ്റെയൊക്കെ ഇതുപോലെ റണ്ണേഴ്സ് ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് പല കളേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മുടെ ഗാർഡനിലെ കളേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ നമ്മുടെ എപ്പീഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ പതി വെച്ച് കിളിപ്പിക്കാമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചൊരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത് ചെറിയൊരു പ്ലാന്റ് ആണ്, അതിൽ നിന്ന് 3-4 തൈകളെ വന്നിട്ടുള്ളൂ, ഇതേപോലെ റണ്ണേഴ്സ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനത് കറക്കി തൈ ആക്കിയതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ലീഫ് വഴി വെക്കുമ്പോഴെന്ന് പറയുമ്പോൾ ഒരുപാട് താമസം എടുക്കും അതിൽ നിന്ന് തൈകൾ വരുന്നതിന്. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കാട്ടി നല്ല ഇതുപോലെ റണ്ണേഴ്സ്. അപ്പം ഞാൻ എൻ്റെ ഒരുവിധം പ്ലാന്റിൽ നിന്ന് എല്ലാം റണ്ണേഴ്സ് ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് എല്ലാത്തിൽ നിന്നും എടുത്തിട്ടില്ല, കുറച്ച് നിന്ന്. പിന്നെ നമുക്ക് ഇതിൻ്റെ പോട്ടിങ്സ് ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് കേട്ടോ. അപ്പം മണലൊക്കെ നമുക്ക് ആഡ് ചെയ്യാന്ന് വെച്ചാൽ മണലൊക്കെ കിട്ടാൻ ഇപ്പം പാടാം. അപ്പോൾ അത് കാരണം നല്ല ലൂസായിട്ട്, അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള മണ്ണ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ, ഗാർഡൻ സോയിൽ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്, എല്ലുപൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച്, ഒരുപാട് വേണ്ട, നമ്മൾ വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആയത് കാരണം. പിന്നെ നമുക്ക് വേപ്പൻ മണ്ണാക്ക, നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ടുള്ള വേപ്പൻ മണ്ണാക്കാണ്. അത് ഞാൻ ഇതുപോലെ സെയിം എല്ലുപൊടിയും വേപ്പൻ മണ്ണാക്കും സെയിം ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാണകപ്പൊടി അതുപോലെ തന്നെ, അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. അതും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്താണ് നമ്മുടെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിത് പോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു വെർട്ടിക്കൽ പോട്ടിലാണ് കേട്ടോ. അപ്പോൾ വെർട്ടിക്കൽ പോട്ടിൽ അല്ലെങ്കിൽ നമുക്ക് വലിയ ഹാങ്ങിങ് പോട്ടിൽ ഏതിൽ വേണമെങ്കിലും മൺപോട്ടിലൊക്കെ നമുക്ക് എപ്പീഷ്യ പ്ലാന്റ്സ് നട്ട് വളർത്താം. അപ്പം ഞാനിതുപോലെ കുറച്ച് വെർട്ടിക്കൽ പോട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് ഞാൻ നട്ട് വളർത്തുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ഗ്രോത്ത് ആയിക്കോളും. ചെറിയ രീതിയിൽ വേരുകൾ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല രീതിയിൽ അങ്ങ് ഗ്രോത്ത് വന്നോളും കേട്ടോ. അപ്പം നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ ഗാർഡൻ മേക്ക് ഓവറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എപ്പീഷ്യാസ് ഇതുപോലെ വെർട്ടിക്കൽ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഞാൻ പോട്ടിംഗ് മിക്സ് നിറച്ച് വളർത്തിയെടുത്ത എപ്പീഷ്യ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഗ്രോത്ത് ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് നല്ല ഫ്ലവറിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെർട്ടിക്കൽ പോട്ടിൽ മാത്രമല്ല കേട്ടോ, ഇതുപോലൊരു ചെറിയൊരു ക്യാനിനകത്തും ഒരു 4-5 വെറൈറ്റീസ് ഒരുമിച്ച് വെച്ച് പോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല കളേഴ്സ് ഇങ്ങനെ തിങ്ങിഞ്ഞെരിങ്ങി നിന്ന് വളർന്ന് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഇപ്പോൾ അത് വേര്
പിടിച്ച് നല്ല അത്യാവശ്യം ഗ്രോത്ത് ആവുന്നവരേക്കും സ്പ്രെയർ വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് വെള്ളം സ്പ്രേ ചെയ്തെടുക്കുക മാത്രം ചെയ്താൽ മതി. ഒരുപാട് വെയിലത്ത് കൊണ്ട് വെക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ഗ്രോത്ത് ആയതിനു ശേഷം വലിയ പോട്ടിലേക്ക് ഇത് തട്ടി ഇങ്ങിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ലതുപോലെ നമുക്ക് എപ്പീഷ്യാസ് നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.